ഉണ്ട് വിമൻ എംപവർമെന്റ്. നമ്മള് രമ്യ മാം ക്ലാസ്സിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്താണ് വിമൻ എംപവർമെന്റ്? സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച സ്ത്രീ ശാക്തീകരണമാകും വേണ്ട. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് കുറച്ച് പശു, പട്ടി, പൂച്ചാണ്. പശു, ആടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീ ശാക്തീകരണമാകും. വീട്ടിൽ പണിയില്ലാതെ വെറുതെ ഇരിക്കുന്ന എത്ര സ്ത്രീകളുണ്ട്? യാതൊരു പണിയില്ലാതെ ഇന്ന് തന്നെ 10 മണിയാകുമ്പോഴേക്കും ഇവിടെ ഓടിക്കറച്ച് എത്താനായിട്ട് എന്തോരം പാട് കഴിച്ചെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ അല്ലെ? ആ സമയത്താണ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് തരുന്നത്? പിന്നാലെ ഓടാനൊക്കെ ആയിട്ട് ആടും പശുവൊക്കെ തരുന്നത്. ഇതുകൊണ്ട് സ്ത്രീ ശാക്തീകരണം നടത്തുമോ? രമ്യ മാം ഇവിടെ വന്ന് സംസാരിച്ച പോലെ മനസ്സ് തുറന്ന് സംസാരിക്കാനും മനസ്സ് തുറന്ന് ചിരിക്കാനും സാധിച്ചാൽ ഇതിൽ കൂടുതൽ എന്ത് സ്ത്രീ ശാക്തീകരണം വേണ്ടത്? അത് ഇവിടെ മാത്രമേ സാധിക്കൂ. കീസോളിനെ കുറിച്ച് പറയുന്ന 4 കാറ്റഗറീസ് ആണ്. ഹൈജീൻ, ലോണ്ടറി, അതായത് ബ്രാ പാൻറ്റീസ് ഉള്ള, ഇന്നർ വെയർസ്, അതേപോലെ തന്നെ പേഴ്സണൽ കെയർ, വ്യോമിനി കെയർ, വ്യോമിനിയും അതേപോലെ തന്നെ കോസ്മെറ്റിക്സും. ഈ 4 കാറ്റഗറീസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഹൈജീൻ പറഞ്ഞുകൊണ്ടാണ്. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പുറമെ പറയാനായിട്ട് സ്ത്രീകൾ മടിക്കുന്ന കാര്യങ്ങളാണ് ഹൈജീൻ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കും മടി ഉണ്ടാവില്ല അല്ലെ? പീരിയഡ്സിനെ കുറിച്ച് സംസാരിക്കാനോ കേൾക്കാനോ മറ്റുള്ളവരോട് പറയാനോ അവയർനെസ് കൊടുക്കാനോ മടിയുണ്ടോ? എത്ര പേര് ഇവിടെ ഹൈജീൻ ക്യാമ്പയിൻസ് എടുക്കുന്നവരുണ്ട്? വല്ലാത്ത ശോകാവസ്ഥയല്ലേ? ഇതിന്റെ ഇടയിൽ ആൺപിള്ളേര് ഹാൻഡ് റൈസ് ചെയ്തവരുണ്ട്. അങ്ങോട്ടും കൂടി നോക്കണം, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ പ്രത്യേകിച്ച്. അപ്പൊ നമ്മൾ കേട്ടാൽ മാത്രം പോരാ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ മറ്റുള്ളവർക്ക് അവയർനെസ് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് ഹൈജീനെ കുറിച്ചാണ്, പീരിയഡ്സിനെ കുറിച്ചാണ്, പീരിയഡ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സിനെ കുറിച്ചാണ്. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഹൈജീൻ അത്യാവശ്യമാണ്. ആണോ അല്ലേ? മഴക്കാലാണ് അല്ലേ? ഈ സമയത്ത് ആരോടും പറയുന്നത്, ഈ സമയത്ത് ഇന്നേഴ്സൊക്കെ ഇട്ട് നടക്കാനായിട്ട് ഉണങ്ങിയിട്ടില്ല നല്ല സുഖമാണോ? സ്റ്റേജിലെന്ന് പറയുന്ന ഒരു കാര്യമാണ്. സുഖമുണ്ടോ? നല്ല ബുദ്ധിമുട്ടാണ് അല്ലെ? അതേപോലെ ഈ സമയത്ത് മാത്രമല്ല, പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട്, ആർത്തവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് ഈർപ്പമുള്ള, എബ്സോർപ്ഷൻ നൽകുമെന്ന് പറഞ്ഞാലും എബ്സോർപ്ഷൻ ഇല്ലാത്ത പാഡുകൾ വെച്ച് 7 ദിവസം 15 ദിവസം നടക്കുന്ന സ്ത്രീകളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും അല്ലെ? ഇന്ന് ഈ മഴക്കാലാകുമ്പോൾ പ്രത്യേകിച്ച് അത് മനസ്സിലാവും. ഇനി അത് മാത്രം മതി, സ്ത്രീകൾക്ക് മാത്രം മതി ഹൈജീൻ, പുരുഷന്മാർക്ക് വേണ്ട? മെൻസ് ഇന്റിമേറ്റ് വാഷ് യൂസ് ചെയ്യുന്ന എത്ര പേരുണ്ട്? കൂടുതൽ റെക്കഗ്നിഷൻ കിട്ടിയാണ് സർ മെൻസ് ഇന്റിമേറ്റ് വാഷിന്. കാരണം ആദ്യമേ ഫീമെയിൽ ഇന്റിമേറ്റ് വാഷ് വന്ന കാരണം എല്ലാവരും അതുമായിട്ട് ആശയമായിട്ട് പ്രത്യേകിച്ച് പക്ഷഭേദമൊന്നുമില്ല, പിങ്ക് ബ്ലൂ ഒന്നുമില്ല, എന്ത് കിട്ടിയോ അതുകൊണ്ട് വളരെയധികം സന്തോഷത്തിലായതുകൊണ്ട് വിമൻസ് ഇന്റിമേറ്റ് വാഷ് കൊണ്ട് വളരെയധികം ഹാപ്പിയാണ്. നമുക്ക് അങ്ങനെ ബ്ലൂ കളറൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ആക്ച്വലി അതല്ല, pH ലെവൽ വ്യത്യാസമാണ്. അതുകൊണ്ട് പുരുഷന്മാർക്ക് മെൻസ് ഇന്റിമേറ്റ് വാഷ് തന്നെ വേണം. അത് മാത്രമല്ല, പൊതുവെ പുരുഷന്മാര് പാന്റും പോക്കറ്റൊക്കെ ഉള്ളതുകൊണ്ട് മാത്രം സുഖമായി ജീവിച്ചു പോകുന്നവരാണ്. ഇത് സ്ത്രീകൾക്ക് ഇല്ലാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെ ജീവിച്ചു പോയാൽ പോലെ ഇതിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കണം, നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം, ചോദിക്കാൻ ഇതിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഹൈജീൻ പ്രോഡക്ട്സ് ഉള്ളത്. അതിൽ സാനിറ്ററി നാപ്കിൻസ്, 4 തരമുള്ള സാനിറ്ററി നാപ്കിൻസും നമുക്ക് മെൻസ് ഇന്റിമേറ്റ് വാഷും വിമൻസ് ഇന്റിമേറ്റ് വാഷും ഉണ്ട്. ഹൈജീൻ ക്യാമ്പയിൻസ് 200-ലധികം സിറ്റികളിൽ 1000-ലധികം ക്യാമ്പയിൻസ് നടത്തുന്ന നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, ഇതിലും കേരളം മുന്നിൽ തന്നെയാണ്. ഒട്ടും കുറയുകയുള്ളൂ. ഇപ്പോ ഈ ഒരു ഇത്രയും ആളുകളുടെ ഇടയിൽ കുറച്ച് പേര് മാത്രം ഹൈജീൻ ക്യാമ്പയിന് വേണ്ടിയിട്ട് ഹാൻഡ് റൈസ് ചെയ്തത് അല്ലെ? RCM നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സർവീസും കൂടിയാണ് ഹൈജീൻ ക്യാമ്പയിൻസ്. കിട്ടുന്ന അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് കൂടുതൽ ഹൈജീൻ ക്യാമ്പയിൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. മൊത്തം ഇന്ത്യയിൽ നടന്ന ഹൈജീൻ ക്യാമ്പയിൻസിന്റെ കുറച്ച് ഫോട്ടോസ് ആണ്. നമ്മുടെ സ്വന്തം ശ്രീലത മാമും ഉണ്ട്. കാരണം ശ്രീലത മാമാണ് ഓൾ ഇന്ത്യയിലെ ഹൈജീൻ ഹാൻഡിൽ ചെയ്യുന്നത്. നമുക്ക് അതും അഭിമാനിക്കാം. കാരണം ശ്രീലത മാം അതിനെ കുറിച്ച് കൂടുതൽ അവയർനെസ് കൊടുക്കുന്നു. അവയർനെസ്, നമ്മുടെ ഹൈജീൻ ക്യാമ്പയിൻസിന്റെ അവയർനെസ് പലതരം ആർട്ടിക്കൽസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലും അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കൽസ് ഉണ്ടായിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു വന്നാൽ ഈ ഒരു ദിവസം തന്നെ മതിയാവില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ബുക്കും പേനയും കൊണ്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞു കുതിര പോകുന്നു, ഇതേപോലത്തെ ഒരു അവസ്ഥയിലായിരിക്കണം. എഴുതിയെടുക്കാൻ പറ്റുന്നുണ്ടോ? ഇത്ര നേരം പറഞ്ഞത് എന്തെങ്കിലും എഴുതിയെടുത്തോ? കഴിഞ്ഞിട്ടൊന്ന് നോക്കാം. നല്ലൊരു കൈയടി കണ്ടിട്ട് മനസ്സിലായിട്ടില്ല. ഒരു അവാർഡ് കിട്ടിയാണ്, വിമൻ ചേഞ്ച് മേക്കർ ഓഫ് ദ ഇയർ അവാർഡ്. ഈ ഒരു ഹൈജീൻ ക്യാമ്പയിൻസിന്റെ ബേസിസിലും ഹൈജീനെ കുറിച്ച് ആളുകൾക്ക് മൊത്തം ഇത്രയും അവയർനെസ് കൊടുക്കുന്ന ബേസിസിലും ഇത്രയധികം സ്ത്രീകളുടെ ജീവിതം മാറ്റാൻ ഒരു കാരണക്കാരിയായി എന്നുള്ള നിലയിൽ
ഒരു അവാർഡാണ് പ്രിയങ്ക മാമിന് കിട്ടിയത്. ഈ പ്രിയങ്ക മാമിന് ഈ അവാർഡ് കിട്ടുന്നതിന് പിന്നിൽ നമ്മളെല്ലാവരും ഉണ്ട്, നമ്മൾ ഓരോരുത്തരും ഉണ്ട്. ഇല്ലേ? ഉള്ളവർ മാത്രം കൈയടിച്ചോണ്ട് കൂടിക്കോളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു? ഇല്ല. PVM നമുക്ക് ആ എനർജി മതി, ബ്രേക്ക്ഫാസ്റ്റിന് എനർജി മതി, വലിയ കാര്യമില്ല. ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാവും, അപ്പൊ അതുകൊണ്ട് ഈ എനർജി മതിയോ? ഈ കൂവാനറിയാത്ത ഓന വൃത്തമാരെയൊക്കെ നമ്മൾ പുറത്തേക്ക് വിടും കേട്ടോ. ആക്ഷൻ ആണെങ്കിൽ മാത്രം നടക്കില്ല, ചിലരുണ്ട് സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ വിത്ത് ആക്ഷൻ വിത്ത് സൗണ്ട് ആയിക്കോട്ടെ, ഒരു പ്രാവശ്യം കൂടി ആ ഒരു എനർജി കാറ്റഗറീസ് ഉണ്ട്, എന്തിനൊക്കെ യൂസ് ചെയ്യണമെന്നുള്ളത് ഇപ്പോഴും ഇവിടെ ഇരിക്കുന്ന പലർക്കും കൺഫ്യൂഷൻ ആണ്. നമുക്ക് ഫേഷ്യൽ കിറ്റ് ഉണ്ട്, മേക്കപ്പ് പ്രോഡക്ട്സ് ഉണ്ട്, എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, ഏത് ആദ്യം ഉപയോഗിക്കണം, ഏത് കഴിഞ്ഞ് ഉപയോഗിക്കണം, 1, 2, 3, 4 നമ്പർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ക്ലാസ്സുകൾ വെക്കുന്നുണ്ട്, വർക്ക്ഷോപ്സ് ഉണ്ട്. അറ്റൻഡ് ചെയ്യാനായിട്ട് മറക്കരുത്. ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് സന്തോഷിച്ച് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് സ്വയം സ്നേഹിക്കാൻ തോന്നുന്ന രീതിയിലേക്ക് എത്താനായിട്ട് സ്ത്രീകൾക്ക് നല്ല ചാൻസ് ഉണ്ട് ഫീസോളിലൂടെ. അത് മാത്രമല്ല, ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് സ്ത്രീകൾ മാറും, 20 വയസ്സിലേക്ക് തന്നെ എത്തും. അപ്പൊ പുരുഷന്മാരോട് പറയാനുള്ളത്, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് വിചാരിച്ചു വെച്ചാൽ ഭാര്യയെ കൊണ്ട് പോകുന്ന സമയത്ത് മോളെ കൊണ്ട് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നെഞ്ച് തകർന്ന് വേദനയായിരിക്കും. അത് വേണ്ടായിരിക്കും. ഭാര്യ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് അടുത്തൊന്ന് ചെന്ന് നിന്നാൽ മതി, സ്നേഹത്തോട് കൂടിയിട്ട് ഇങ്ങോട്ടും കിട്ടും. അപ്പൊ നമ്മുടെ ചർമ്മം മാറും, നമുക്കും വ്യത്യാസങ്ങൾ വന്നു. എല്ലാ പ്രോഡക്ട്സും നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. വ്യോമിയെ കുറിച്ചും അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സ് ആയിട്ടുള്ള മേക്കപ്പ് കോസ്മെറ്റിക് പ്രോഡക്ട്സിനെ കുറിച്ചും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ക്ലാസ്സുകളിലൂടെ അറിയാം. കേരളത്തിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് വെള്ളിയാഴ്ചകളിൽ 7:30 നമുക്ക് പ്രോഗ്രാം ഉണ്ട്, എല്ലാവരും അറ്റൻഡ് ചെയ്യുക. അതേപോലെ തന്നെ 7:15 പ്രോഗ്രാം ഉണ്ട്. 7:15 എല്ലാ ദിവസമുള്ള പ്രോഗ്രാംസിൽ നമ്മുടെ കേരള റോസസിന്റെ പ്രോഗ്രാംസിൽ അറ്റൻഡ് ചെയ്യുക. ടീച്ചറിന്റെ പ്രോഗ്രാംസിൽ ഒരു പ്രോഡക്ട്സ് പഠിക്കാനായിട്ട്. അത് മാത്രമല്ല, നമുക്കൊരു ഉഡാൻ പ്രോഗ്രാം ഉണ്ട്. PQC അച്ചീവേഴ്സ് എത്ര പേരുണ്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? PQC അച്ചീവേഴ്സ് നല്ലൊരു കൈയ്യടി അവർക്ക് വേണ്ടിയിട്ട്. ഉഡാൻ കംപ്ലീറ്റ് ചെയ്ത് എത്ര പേരുണ്ട്? ഉഡാൻ ആളുകൾ ഒരുപാടുണ്ട്. എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു രാജാവുണ്ട് ഇവിടെ, കേരളത്തിന് സ്വന്തമായിട്ടുള്ള. ബാക്കി എവിടെയും പോകുന്ന സമയത്ത് ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറയുമ്പോൾ, അതായത് ഞാൻ കമ്പനിയെ റെപ്രസെന്റ് ചെയ്താണ്, ധൈര്യമായിട്ട് എനിക്ക് പറയാം, മലയാളം മനസ്സിലാവില്ല. അപ്പോ കമ്പനിയെ റെപ്രസെന്റ് ചെയ്താണ് പോകുന്നതെന്ന് പറയുമ്പോ ഇവരുടെ ഒന്നും വിചാരം കമ്പനിയല്ല. അവരെപ്പോഴും പറയും എന്നെ എന്താ പറയാ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം പറയുന്ന ഒരു പേരുണ്ട്. ആരുടെ ആയിരിക്കും അറിയോ? ആരുടെ ആയിരിക്കും? കേൾക്കുന്നില്ല. മൂർത്തി സർ. യെസ്, മൂർത്തി സാറിന്റെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് എന്നെ അറിയുക. പിള്ളേരിൽ എല്ലാവരും ഞാൻ മൂർത്തി സാറിന് മോളാന്നാണ് വിചാരിച്ചല്ല. കേരളത്തിൽ നിന്ന് മൂർത്തി സാർ മാത്രമുള്ളൂ ഇവിടെ. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് വന്ന എല്ലാവരും, അതായത് നമ്മളെല്ലാവരും മക്കളാണ്. സ്റ്റിൽ ആ ഒരു ഭാഗ്യം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൂർത്തി സാറിന്റെ അധ്വാനത്തിലും കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ അധ്വാനത്തിലാണ് നമുക്കിന്ന് ഈ റേഞ്ചിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റിയിരിക്കുന്നത്. അതേപോലെ തന്നെ കോഴിക്കോട് വരുന്ന സമയത്ത് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് സുജിത് സാറിന്റെ ഒട്ടും തന്നെ സപ്പോർട്ട് കുറവല്ല. യെസ്, ഉഡാനെ കുറിച്ച് പറയുന്ന സമയത്ത് ഉഡാനിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് അറിയണം. 5 വർഷത്തെ നമ്മുടെ ജേർണി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിങ്ക് ക്ലബ് 7000-ലധികം പോർട്ട് അച്ചീവേഴ്സ് ഉണ്ട്. നമ്മൾ തന്നെ കണ്ടതാണ് ഇവിടെയുള്ള സോണൽ സെലിബ്രേഷനിൽ ഏറ്റവും കൂടുതൽ സ്റ്റേജിൽ അണിനിരുന്നത് കേരളത്തിലുള്ള PQC അച്ചീവേഴ്സ് ആണ്. അതും നമുക്ക് അഭിമാനിക്കാം. കൈയടിക്കാൻ. ടീസോളിന്റെ പ്രോഗ്രാംസ് ആണ്. ടീസോൾ ആനിവേഴ്സറിയിൽ പങ്കെടുത്ത എത്ര പേരുണ്ട്? കിരൺ ബേദി മാമിനെ കണ്ടായിരുന്നോ? ഭാഷയൊന്നും അധികം മനസ്സിലായില്ലെങ്കിൽ കോരിത്തെടുപ്പ് ഉണ്ടായിരുന്നോ? കിരൺ ബേദി മാം നടക്കുന്നതും ആളുകളെ കാണുന്നതൊക്കെ കണ്ട സമയത്ത് അത് നമുക്ക് ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാം. 88-ലധികം നമുക്ക് എക്സലന്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മുടെ കീസോളിലുണ്ട്. കീസോൾ ഔട്ട്ലെറ്റ്സ് 759-ലധികം കീസോൾ ഔട്ട്ലെറ്റ്സ് ഓൾ ഇന്ത്യയിലുണ്ട്. അതിൽ നമുക്ക് തന്നെ 250-300ഓളം ഔട്ട്ലെറ്റ്സ് കേരളത്തിൽ തന്നെ. എനർജി കുറഞ്ഞു. കീസോൾ ആൻഡ് വ്യോമിനി ട്രെയിനിങ്സ് നമുക്ക് നടക്കുന്നുണ്ട് എല്ലാ ഫ്രൈഡേ മോർണിംഗ് 11:30. ഹിന്ദി മനസ്സിലാവുന്നവർക്ക് കൃത്യമായിട്ട് കേൾക്കാം, പങ്കെടുക്കാം. അതേപോലെ തന്നെ ഹൈജീൻ ട്രെയിനിങ്സ് എല്ലാ വ്യാഴാഴ്ചകളിലും 11:30 നമുക്ക് നടക്കുന്നുണ്ട്. 1000-ലധികം കീസോൾ എക്സിബിഷൻസ് ഇന്ത്യയിലെ ഫെസ്റ്റിവൽസിൽ നടന്നിട്ടുണ്ട്. ഉഡാനിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഒരു മാസം 2500 രൂപയുടെ 2500 SP-യുടെ കീസോൾ വ്യോമിനി പ്രോഡക്ട്സ് സ്വന്തം ഐഡിയിൽ പർച്ചേസ് ചെയ്യാം. അതേ മാസം തന്നെ ഉഡാനിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പൊ ലിങ്ക് ഉണ്ട് താഴെ നമ്മുടെ സ്റ്റോളിൽ, അതിന്റെ QR കോഡ് ഉണ്ട്. QR കോഡ് സ്കാൻ ചെയ്താൽ അപ്പൊ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഇനി
അയ്യോ ഞാൻ 2500 ചെയ്തിട്ട് ഇപ്പൊ എങ്ങനെ രജിസ്റ്റർ ചെയ്യും എന്നുള്ള പേടി ഉണ്ടാവും. രജിസ്റ്റർ ചെയ്തോളൂ. ഈ മാസത്തിൽ 2500 SP കംപ്ലീറ്റ് ചെയ്താൽ മതി. എന്താണ് ഉഡാൻ പ്രോഗ്രാം? കീസോണിനെ കുറിച്ച് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ഉഡാൻ. 14 ദിവസത്തെ പ്രോഗ്രാം ആയിരിക്കും. 14 ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞാൽ അതിനെ കൊണ്ട് 2500 SP കൂടി ചെയ്ത് ലെവൽ 2ലേക്ക് അടക്കം നമുക്ക് മാസ്റ്റർ ക്ലാസ്സസ് ഉണ്ടാവും. കൂടുതൽ കീസോണിനെ കുറിച്ച്, നമ്മുടെ ശരീരത്തെ കുറിച്ച്, ചർമ്മത്തെ കുറിച്ചും മുടിയെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള മാസ്റ്റർ ക്ലാസ്സസ് ഉണ്ടാവും. ഈ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഉഡാനില് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നിച്ച് കൈ ഉറപ്പ് പിടിക്കണ്ടേ? ബിസ്ക്കറ്റ് കഴിക്കായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി കൈ ഉറപ്പ് പിടിക്കണം. നമുക്ക് എളുപ്പത്തോടു കൂടിയിട്ട് എളുപ്പമായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന, എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റുന്ന ഒരു സെഗ്മെന്റ് ആണ് കീസോൾ. അങ്ങനെയുള്ള കീസോളിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാൻ, നല്ല എനർജറ്റിക് ആയിട്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് ഓൺലൈൻ, ഓഫ്ലൈൻ സെഷൻസിൽ കാണാം, വർക്ക്ഷോപ്സിൽ കാണാം. താങ്ക് യു സോ മച്ച്. JRC